ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖം തന്നെ. പിന്നെ ഇന്ന് നമ്മൾ പുതിയ പശുക്കൾ ഒരുപാട് ഇറക്കിയിട്ടുള്ളൂ നമ്മളെ നാട്ടിൽ. അപ്പോൾ എച്ച് എഫ് ക്രാസ്, ജെർസി ബ്രീഡുകൾ അങ്ങനെ കുറേ ബ്രീഡുകൾ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ പല പശുക്കൾ നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്ങനെ കുറേ പശുക്കൾ ഗ്രാമപ്പുറങ്ങളിലെ ചെറിയ കച്ചവടക്കാരനടുത്ത് നിന്ന് വന്നിട്ടുള്ളൂ. അത് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് കണ്ടോ, ഈ പശുവാണ് HF ഇനത്തിൽപ്പെട്ട ക്രോസ് ബ്രീഡാണ്. HF ക്രോസ് ബ്രീഡ്. ഇത് കടുംചൂളാണ്. കടുംചൂള് മാട് നല്ല വളുപ്പുള്ളൂ. മാട് നല്ല രണ്ട് വലുത പ്രായമുള്ളൂ. ഈ പള്ളു ഒരു 10 ദിവസം പിടിക്കും പ്രസവിക്കാൻ. എന്തായാലും ഒരു 10 ദിവസം പിടിക്കും പ്രസവിക്കാൻ. അയാൾ മാട് നല്ല ഗുണമുണ്ട്. നല്ല കാമ്പ് വളുപ്പം, നല്ല കറുങ്കാമ്പുകളാണ്. ഏതൊരു അസുഖങ്ങളും ഉണ്ടാകില്ല ഈ പശു. അപ്പോൾ ഇതുപോലെ ഇനി കുറേ മാടുകൾ ഉണ്ട്. അപ്പോൾ മെയിൻ നമ്മൾ നാട്ടിൽ ഇപ്പോൾ സംഭവം എന്താങ്കിൽ, മാട് വാങ്ങ വர்ற ആൾക്കാർ ചോദിക്കുന്ന സംഭവം എന്തെങ്കിൽ എനിക്ക് വില കുറവുള്ള മാട് വേണം, വില കുറവുള്ളാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ വില കുറവുള്ളതെന്ന് വിചാരിക്കുന്നതിനെക്കാട്ടിലും ക്വാളിറ്റി, നമ്മൾ എടുക്കുന്ന മാട് എങ്ങനെ ക്വാളിറ്റി ഉണ്ട്, എങ്ങനെ ബ്രീഡുണ്ട്, ഇതുപോലെ ജാതിയാണ്. അപ്പോൾ അങ്ങനെ അത് വെച്ചാണ് നമ്മൾ മാടുകൾ വാങ്ങിക്കുന്നത്. അപ്പോൾ പുതിയ പശുക്കൾ ഇപ്പോൾ വരുമെങ്കിൽ ഇപ്പോൾ ചുരുങ്ങിയത് ഒരു 55,000 മുകളിലാണ് തുടക്കം. ഈ 55,000 മുകളിൽ തുടങ്ങി പശു ഒരു 60, 65, 70, 75, 80 അങ്ങനെ വരെയും മാടുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണിച്ചു കൊടുക്കുന്ന പശുക്കളൊക്കെ ഈ 50,000 മുകളിൽ തുടങ്ങുന്ന പശുക്കളാണ്. 50,000 മുകളിൽ തുടങ്ങി അതിൽ നിന്ന് മുകളിൽ പോകുന്ന പശുക്കളാണ്. മെയിൻ കാണിച്ചു കൊടുക്കുന്ന പശുക്കളൊക്കെ ഈ പ്രായത്തിലെ കുറവുള്ള പശുക്കളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പശു നമ്മൾ നാട്ടിലേക്ക് കൊണ്ടുപോകുമെങ്കിൽ അപ്പോൾ പാലും പറഞ്ഞ അളവുള്ള രീതിയിൽ പാലും ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്തെങ്കിൽ പ്രായം കുറവ് ഇരിക്കെങ്കിൽ നമുക്ക് ഏതൊരു അസുഖമെങ്കിൽ അടിക്കില്ല അപ്പോൾ പശുക്കൾക്ക്. അപ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുണ്ടാകും. ഈ ഇമ്മ്യൂണിറ്റി പവർ കൂടുതലുണ്ടായാൽ നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാകും. ഏതൊരു കേട് വരില്ല. മെയിൻ്റനൻസ് തീരെ കുറവാണ്. നമ്മൾ ഗ്രാമവരി പശുക്കൾ കണ്ട ഓരോരോ പശു എങ്ങനെയുണ്ട്, ക്വാളിറ്റി ഉണ്ട്, അകടുകൾ കാണുങ്ങോ, മാട് മേനി പൊക്കോ എല്ലാം കാണുങ്ങോ. മാട് നല്ല വളുപ്പത്തിലുണ്ട്. നല്ല ഒവ്വൊരു ബ്രീഡ് ഒവ്വൊരു ഗുണ ക്വാളിറ്റിയാണ്. ഇതെല്ലാം നമ്മൾ ഗ്രാമവളി പശുക്കളാണ്. അതായത് നമ്മൾ ഗ്രാമത്തെ ചുറ്റി ചെറിയ കച്ചവടക്കാർ ഉണ്ടാകും. അപ്പോൾ ഓരോരോ കച്ചവടക്കാരൻ കയ്യിലിരുന്ന് ചുരുങ്ങിയത് ഒരു 5 പശു, 7 പശു, 8 പശു, 10 പശു അങ്ങനെ ചുരുങ്ങി ഓരോരോ ഇടത്തിലും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഗ്രാമം കാണെങ്കിൽ അടുത്ത ഗ്രാമം ഒരു 5 കിലോമീറ്റർ തള്ളി, അടുത്ത ഗ്രാമം ഒരു 7 കിലോമീറ്റർ തള്ളി, അങ്ങനെ കുറേ കച്ചവടക്കാർ നമ്മൾ ഈ ഏരിയയിലുള്ളൂ. അപ്പം നാട്ടുകാർ വരുമെങ്കിൽ നാട്ടുകാർക്ക് പറ്റിയ രീതിയിൽ മാടുകൾ കുറേ ഇടത്തിലുണ്ട്. ഈ ആഴ്ച മാത്രം നമ്മൾ ഈ ഏരിയയിൽ ഇറങ്ങിയ പശുക്കൾ ഒരു ചുരുങ്ങിയത് ഒരു 150 ഒരു 200 പശു ഉണ്ടാകും. 150 മുകളിൽ ഒരു 200 പശു ഉണ്ടാകും നമ്മൾ ഏരിയയിൽ. അപ്പോൾ വെള്ളിയാഴ്ചയാണ് ഇവിടുത്തെ തുടക്ക ദിവസം. ഈ കച്ചവടം വെള്ളിയാഴ്ചയാണ് തുടക്ക ദിവസം. അപ്പോൾ പുതിയ പശുക്കൾ വെള്ളിയാഴ്ച മുതൽ തുടങ്ങും. വെള്ളി, ശനി, ഞായർ ഈ 3 ദിവസമാണ് പുതിയ പശുക്കൾ ഇറങ്ങും. അപ്പോൾ ഇങ്ങനെ 3 ദിവസം വരുന്ന പശുക്കൾ വെള്ളിയാഴ്ചയിലിருந்து കച്ചവടം തുടങ്ങി വെള്ളി, ശനി, ഞായർ വരെയിൽ ഈ പശുക്കൾ വിൽക്കും. പിന്നെ പുതിയ പശുക്കൾ അതിൻ്റെ